ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ? ഓക്കെ, അവരുടെ മനസ്സിൽ നിങ്ങൾ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള ഒരു പിക്ചറുണ്ട്. അത് നിങ്ങളുടെ സ്വഭാവത്തിനെ പറ്റിയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഇമോഷണൽ ഫീലിങ്സിനെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾ ചിലപ്പോൾ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരുടെ പ്രസൻസ് കൂടുതൽ ആഗ്രഹിച്ച് ഇവരോട് എപ്പോഴും ഇങ്ങനെ കംപ്ലൈന്റ് പറയുന്ന വ്യക്തിയായിരിക്കാം. അതിപ്പോൾ ഇവരുടെ പ്രസൻസിനായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷൻസിനെ കുറിച്ച് കംപ്ലൈന്റ് പറയുന്ന വ്യക്തിയായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഉദ്ദേശം എന്താണ്, നിങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ കൂടെ നടക്കുന്നതൊക്കെ ആരൊക്കെയാണ്, നിങ്ങളെ പറ്റിയുള്ള ഒരു ടോട്ടൽ അവയർനെസ് നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. നിങ്ങൾ ഈ വ്യക്തിനെ നിങ്ങൾ സ്നേഹിച്ചതുപോലെ, നിങ്ങൾ കെയർ ചെയ്തതുപോലെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ സഹിച്ചതുപോലെ ഈ വ്യക്തിനെ വേറൊരു വ്യക്തിയും സ്നേഹിക്കാനും പോകുന്നില്ല, സഹിക്കാനും പോകുന്നില്ല. ഈ വ്യക്തിനെ നിങ്ങൾ എന്താ പറയാ, ഇവരുടെ പോസിറ്റീവ് സൈഡും നിങ്ങൾക്കറിയാം, നെഗറ്റീവ് സൈഡും അറിയാം. മറ്റുള്ളവരെല്ലാവരും ഇവരുടെ പോസിറ്റീവ് സൈഡുകൾ എടുക്കുമ്പോൾ നിങ്ങൾ പോസിറ്റീവും നെഗറ്റീവും നിങ്ങൾ ഏറ്റുവാങ്ങിച്ചിട്ടുണ്ട് ഒരുപോലെ. പക്ഷെ സ്നേഹം എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഈ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് അതായത് എന്തെങ്കിലും ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നിങ്ങൾ തന്നെ എല്ലാ പരിപാടികളും നിങ്ങളുടെ ഇഷ്ടത്തിനെ നിങ്ങൾക്ക് ഇഷ്ടം ഈ വ്യക്തിയുടെ അടുത്ത് കൂടുതലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്ന് പോകാൻ പാടില്ല. അതും അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമാകുമോ, നിങ്ങളുടെ ഇമോഷണൽ ഫീലിങ്സ് എന്തായി തീരും എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ഈ വ്യക്തിനെ വിടാതെ ഇങ്ങനെ കൈപിടിച്ച് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. പോവരുത്, നിങ്ങൾ എന്തായി തീരുമെന്ന് നിങ്ങൾക്ക് പോലും ഈ വ്യക്തിയുടെ ഒരു പ്രസൻസ് കിട്ടിയാലും നിങ്ങൾ ഓക്കെയാണ്. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു ചിരിയാണെന്നുണ്ടെങ്കിൽ, ഈ വ്യക്തിയുടേതായിട്ടുള്ള ഒരു സന്തോഷപൂർവ്വമായിട്ടുള്ള സംസാരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവരുടേതായിട്ടുള്ള ഈ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് അവഗണനകൾ തന്നിട്ടുണ്ട്. അതായത് വെളിച്ചത്ത് നോർമലായിട്ട് നിങ്ങളെ എടുത്ത് ഇരുട്ടത്ത് കൊണ്ടുപോയി ഇട്ട് കോക്കറി കാണിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൊഞ്ഞനം കുത്തി പോയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒന്നുമില്ലാതെയുള്ള ഒരു രീതിയിൽ നിങ്ങൾ എന്താകും, എന്തായി തീരും, ഞാൻ പെട്ടുപോയല്ലോ എന്നുള്ളൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നൊരു വ്യക്തിയാണ്. കാര്യങ്ങളൊക്കെ എല്ലാം അറിയാം. ഈ പുള്ളിക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് നിങ്ങളോട് എന്തൊക്കെ ചെയ്തു, നിങ്ങൾ എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും അറിയാം.
നിങ്ങൾ ഇവര് തിരിച്ചു വന്നു കഴിഞ്ഞാലും ഇവരെ നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് എല്ലാം അറിയാം. പക്ഷെ ചില സമയത്ത് പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരത്തി എന്താണ് മനസ്സിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നു അതേ നടത്തുള്ളെന്ന് വാശി പിടിച്ചിരിക്കുന്ന, നിർബന്ധം പിടിച്ചിരിക്കുന്ന ഒരു മച്ചമ്പി. അവരെ തിരുത്തണമെന്നുണ്ടെങ്കിൽ അവര് തന്നെ വിചാരിക്കണം. ചില സമയത്ത് അന്യായമായിട്ടുള്ള വാശി കാണിക്കും. ചില സമയത്ത് അവരെന്താണോ തീരുമാനിക്കുന്നത്, അവരെന്താണോ വിചാരിക്കുന്നത്, അവർക്ക് ഏത് വഴിയിൽ കൂടിയാണോ പോകാൻ താല്പര്യം, ആ ഒരു കാര്യത്തിൽ കൂടി മാത്രം അത് സെലക്ട് ചെയ്യുള്ളൂ. കാരണം അവർക്ക് നല്ല ഉറപ്പാണ്, എവിടെ പോയി കറങ്ങി തിരിഞ്ഞു വന്നു കഴിഞ്ഞാലും നിങ്ങൾ എങ്ങനെയെങ്കിലും, അതായത് നിങ്ങളുടെ അടുത്ത് ഏതൊക്കെ രീതിയിൽ സംസാരിച്ചാലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് അവരുടെ അടുത്ത് നിൽക്കും. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും അവരുടെ അടുത്ത് ഒരു സ്നേഹപൂർവമായിട്ട് സംസാരിക്കുകയോ വീണ്ടും അവരുടെ അടുത്ത് ഏതെങ്കിലും രീതിയിൽ അവരെന്തെങ്കിലും ഒരു മാപ്പ് പറയുകയോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സലിയും കാര്യങ്ങളൊക്കെ ആണെന്ന് അവർക്ക് നന്നായിട്ട് നിങ്ങളെപ്പറ്റി നന്നായിട്ട് അറിയാം. അതായത് ഈ വ്യക്തിയുടെ മനസ്സിൻ്റെ അകത്ത് നിങ്ങളുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങളുണ്ട്. നിങ്ങൾ വിട്ടു പോവില്ല എന്നുള്ളൊരു ധൈര്യം ഈ വ്യക്തിക്കുണ്ട്. അതാണ് ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ ധൈര്യം. നിങ്ങൾ എത്ര എനിക്ക് വേണ്ട, അല്ലെങ്കിൽ എനിക്കങ്ങനെയാണ്, എനിക്കിങ്ങനെയാണ്, ഇനി വന്നാലും വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു 1% ചാൻസ് എങ്കിലും ഈ വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കാതിരിക്കില്ല എന്നുള്ളൊരു കാര്യം ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു കാര്യം. കാരണം അതിനുള്ളൊരു ഏത് രീതിയിൽ വന്ന് സംസാരിക്കാനും ഏത് രീതി എന്തൊക്കെ ആറ്റിറ്റ്യൂഡ് എടുത്ത് നിങ്ങളുടെ അടുത്ത് എടുക്കാനുള്ള ധൈര്യം ഇവർക്കുണ്ട്. ഇവിടെ അങ്ങനെയാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോഴും ഒരു സ്റ്റക്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജീവിതത്തിൽ ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടൊക്കെ നിൽക്കുവാണ്. പക്ഷേ ഇവരൊരു നല്ലൊരു പ്യൂരിറ്റി ആയിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് സന്തോഷം ഉണ്ടാക്കും. നിങ്ങളുടേതായിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള ജീവിതത്തിനും നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിനും ഒരു മനസ്സമാധാനം ഉണ്ടാക്കും. എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ ഒന്നും അറിയാത്തവനെ പോലെ അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ആളെപ്പോലെ ഞാനൊന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ഇവിടെ അങ്ങനെയാണ് കാണിക്കുന്നത്. ഇവിടെ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ എവിടെ പോയാലും ഈ വണ്ടി എവിടെ പോയി കഴിഞ്ഞാലും ഇത് തിരിച്ചു വന്ന് നിങ്ങളോട് സംസാരിക്കാനും തിരിച്ചു വന്ന് നിങ്ങളുടെ അടുത്ത് ഒരു റീയൂണിയനൊക്കെ വീണ്ടും വീണ്ടും ശ്രമിക്കുകയൊക്കെ ചെയ്യും. ചില സമയത്ത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ വണ്ടി കാണാതെ ആവുകയും ചെയ്യും, അപ്രത്യക്ഷമാകും. പണ്ടൊക്കെ മറ്റേ ഈ മഹാഭാരത യുദ്ധമൊക്കെ നമ്മൾ ടി വിയിൽ കാണൂലേ? അപ്പൊ ടി വിയിൽ ഇങ്ങനെ ഈ ദേവന്മാരും അസുരന്മാരൊക്കെ വന്നിട്ട് ചില അസുരന്മാരെയും ദേവന്മാരെയൊക്കെ അപ്രത്യക്ഷമാവൂലേ? അതുപോലെ നിങ്ങളുടെ വ്യക്തിയും അപ്രത്യക്ഷമാകും. ആളെവിടെ പോയി, അയ്യോ ഇത് എവിടെ ഉണ്ടായിരുന്നല്ല, ആ ഒരു രീതിയിൽ ഇന്ന് നല്ലതാണെന്നുണ്ടെങ്കിൽ നാളെ ആള് വേറെ ഒരു സ്വഭാവം കാണിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മറ്റന്നാൾ വേറൊരു സ്വഭാവം കാണിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ഇപ്പം നല്ലൊരു സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് നല്ല രീതിയിലൊക്കെ സംസാരിച്ചിട്ട് നാളെ നിങ്ങൾ വിചാരിക്കും ഇയാൾ നല്ല രീതിക്ക് എന്നോട് സംസാരിക്കുമെന്ന്. നാളെ പണ്ടത്തെ ശങ്കരം പിന്നീട് എന്തെങ്കിലും എന്ന് പറയുന്നത് പോലെ വീണ്ടും അച്ചമ്പിയുടേതായിട്ടുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ വാരി വെതറും. അതാണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലൊക്കെ ഉണ്ട്, ഈ ആൾ വിചാരിച്ചാൽ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷമായിരിക്കാം, സമാധാനമായിരിക്കാം, ചിലർക്കൊരു കുടുംബം തന്നെയാണ്, നേരെ നിർത്താൻ പറ്റും. ഈ ആള് വിചാരിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ ഈ വ്യക്തി ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം അല്ലെങ്കിൽ നിങ്ങളുടെ സമാധാനം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ നേരെ നിർത്താൻ പറ്റും. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ചരിഞ്ഞിരിക്കുക എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ചരിഞ്ഞ് നടക്കുക അല്ല പറഞ്ഞത്. നമ്മളുടെ ഒരു സന്തോഷം അല്ലെങ്കിൽ സമാധാനം, അല്ലെങ്കിൽ ചില ആളുകൾ ഇത് വൈഫ് ഹസ്ബൻഡ് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനെ തന്നെ നേരെ നിർത്താൻ പറ്റുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്.
ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആയിരിക്കും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത്. അതും അല്ലാന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യാൻ നിങ്ങളും നിങ്ങളുടെ വ്യക്തിക്കും ഒരുപാട് ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. ഓക്കെ, നോക്കട്ടെ. കാരണം നിങ്ങളുടെ അടുത്ത് ഒരുപാട് സോൾ കണക്ഷൻ ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളും നല്ല രീതിക്ക്, ഒന്നല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിക്ക് സ്നേഹം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിക്ക് സ്വർണമോ സാമ്പത്തിക സഹായങ്ങളോ പരിപാടികൾ കൊടുത്തിട്ടുണ്ട്. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിക്ക് ഇവരുടേതായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നിങ്ങൾ സഹിച്ചു വയ്യാണ്ടായിട്ടുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, എന്താ പറയാ, നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും പർട്ടിക്കുലർ പെട്ടെന്ന് വിഷമം വന്നാൽ തലകറങ്ങുന്നവരോ തലവേദന എടുക്കുന്നവരോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ആളോ അതൊക്കെയാണെന്നൊക്കെ അറിയാം. പക്ഷേ പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരത്തി അതൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തോളും, അതൊക്കെ മാനേജ് ചെയ്തോളും എന്നൊക്കെ മനസ്സിൻ്റെ അകത്ത് വിചാരിച്ചിരിക്കുന്നതാണ്. പക്ഷെ ഈ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എല്ലാം അറിയാം, പക്ഷെ അറിയാത്ത ആളുകളെ പോലെയുള്ള ഒരു നാട്യം, നടനം, അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടികളും കാണിച്ചു കൂട്ടുന്നുണ്ട്. ചില സമയത്ത് നിങ്ങളുടെ അടുത്ത് ഒരു സ്നേഹം തോന്നും, ചില സമയത്ത് നിങ്ങളോട് നിങ്ങൾ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങളോട് ദേഷ്യം തോന്നും. ചില സമയത്ത് നിങ്ങളോട് സ്നേഹവും ദേഷ്യവും ഒരുമിച്ച് തോന്നും. ചില സമയത്ത് ചില ആളുകളോട് സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചു ചോദിക്കുമ്പോൾ ഈ വ്യക്തി കാണാമറയത്ത് ഒളിച്ചിരിക്കും. അങ്ങനെയുള്ള പരിപാടികളും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. കാരണം ഇവരുടെ ജീവിതത്തിൽ ഒരു സമയത്ത് ഒരു ഐശ്വര്യപരമായിട്ടുള്ള ഒരു കാര്യം നേടിക്കൊടുത്തത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിളക്ക്, ഒരു ഐശ്വര്യത്തിന്റെ വിളക്കാകാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രകാശം, ഒരു സ്നേഹത്തിന്റെ വിളക്കായിരിക്കാം. അത് നിങ്ങളായിരുന്നു, അത് നിങ്ങളാണ്. അതൊക്കെ അറിയാം. പക്ഷെ ഈ വേണ്ടാത്ത പരിപാടികളിൽ പോയി പെട്ടുകിടക്കുക, അല്ലെങ്കിൽ വേണ്ടാത്ത ചിന്തകൾ ചിന്തിച്ച് കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് അവരവരുടെ ബന്ധത്തിൽ തന്നെ മുറിവേൽപ്പിക്കുക, അങ്ങനെയുള്ള പരിപാടികളാണ് നിങ്ങളുടെ ഈ വ്യക്തി അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം നിങ്ങളുടെ ഈ ബന്ധത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് അറിയാമെന്നുണ്ടെങ്കിലും, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷൻസിൽ പെട്ട് കിടക്കുന്ന ഒരവസ്ഥയാണെങ്കിലും നിങ്ങൾ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും സമ്മതിക്കാൻ പോകുന്നില്ല. നിങ്ങൾ കുറ്റക്കാരിയാകും അല്ലെങ്കിൽ കുറ്റക്കാരനാകും. ഈ വ്യക്തി പൂർണ്ണമായിട്ടും ഡയമണ്ടിനേക്കാളും പരിശുദ്ധയോ ആയ ഏതെങ്കിലും ഒരു, എന്താ പറയാ, ഒരു സോളായിട്ടുള്ള രീതിയിൽ അഭിനയിക്കുകയും ചെയ്യും. ചോദിക്കാൻ ചെല്ലുന്നവൻ വാദി പ്രതിയാകും. നിങ്ങളാണെങ്കിൽ നിങ്ങൾ ചോദിക്കാനാണ് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതിയാവും, ഇവർ വാദിയാവും. അത്രയാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാകാൻ പോകുന്നത്. എല്ലാ പരിപാടിയും അറിയാം. നിങ്ങൾ ഈ വ്യക്തിയുടെ പരിപാടികളൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും നിങ്ങളെ മാനസിക ബുദ്ധിമുട്ടിലോട്ട് ശാരീരിക ബുദ്ധിമുട്ടിലോട്ടാക്കിയിട്ടുണ്ടെന്നും ഒക്കെ അറിയാം. എല്ലാം നിങ്ങളെപ്പറ്റി എല്ലാ ടോട്ടല് ഇവരുടെ മനസ്സിൻ്റെ അകത്ത് നമ്മൾ ഇപ്പൊ ഈ റീഡിങ് നോക്കുന്ന സമയത്താണെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ മനസ്സിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അതായത് പുള്ളിയുടെ മനസ്സിൻ്റെ അകത്ത് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് 100% ഉണ്ടെന്ന് തന്നെയാണ്. പക്ഷെ അത് പല രീതിയിലാണെന്നേ ഉള്ളൂ. പല രീതിയിൽ. ചില സമയത്ത് നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നുണ്ട്. ചില സമയത്ത് നിങ്ങളുടെ അടുത്ത് നിന്ന് മോൺ ചെയ്ത് പൂർണ്ണമായിട്ടും പോണോന്നുള്ളൊരു തോന്നലുണ്ട്. അത് അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്തോട്ട് പിന്നെയും അടുപ്പിക്കുന്ന ഒരു തോന്നലുണ്ട്. ചില സമയത്ത് ഇവര് ഒരു നേരം എന്നെപ്പറ്റി ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമുണ്ട്. കാരണം ഈ വ്യക്തി പല കാര്യങ്ങളും ചെയ്തിട്ടാണ് നിങ്ങൾ കംപ്ലൈന്റ് പറയുന്നു എന്നുള്ള ഒരു ബോധം അച്ചമ്പിക്ക് വരുന്നില്ല.
അച്ചമ്പിയുടെ കാര്യങ്ങളല്ലേ ചിന്തിക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു കാര്യം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകൾ ഈ പറയുന്നത് പോലെ മറ്റുള്ളവരുടെ ഒരു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു നിന്നിട്ട് ഉള്ള ഒരു ബുദ്ധിമുട്ടും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. പല വിധത്തിലുള്ള തോന്നലാണ്, ഒരു തോന്നലൊന്നുമല്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.